ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഐറ്റത്തിൻ്റെയാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. രാവിലത്തേക്കായാലും വൈകുന്നേരത്തേക്കായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചില പൊടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചില പൊടികൾക്ക് ഇത്ര തന്നെ വെള്ളം വേണ്ടി വരില്ല. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് തന്നെ മതിയാവും. പക്ഷേ എൻ്റെ അടുത്തുള്ള പത്തിരിപ്പൊടിക്ക് 1 കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് കറക്റ്റ് പാകം. അപ്പോൾ പൊടി ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വന്നാൽ ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ, ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് കുഞ്ഞു ബോൾസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് ഇട്ടിട്ട് താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം, ആവി കയറ്റിയെടുക്കാം. ഇഡ്ഡലി ചെമ്പിലായാലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തത് കാരണം നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു ബോൾസ് ഉള്ളത്. ഇനി ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് കുറുകി കിട്ടണം. മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ശർക്കരയിൽ വലിയ വേസ്റ്റൊന്നും ഇല്ലാത്തത് കാരണം അരിച്ചെടുക്കുന്നൊന്നുമില്ല. പിന്നെ നല്ല വേസ്റ്റുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം പോലെ ഉള്ളത്, അപ്പോൾ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയിലൊക്കെ ആ ഒരു ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോൾസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ശർക്കരയൊക്കെ ഏകദേശം ഈ ഒരു ബോൾസിലും ഉള്ളിലേക്കൊന്ന് പിടിക്കാനും നല്ലതാണ്. ഇനി ഇതിൽ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നല്ല കുറുകിയിട്ടിരിക്കണം കേട്ടോ. പിന്നെ ശർക്കര വെള്ളം പോലെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വറ്റിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ചീകിയിട്ട് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് കുറുകിയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് ആ ഒരു തേങ്ങയിലും ഈ ഒരു ബോൾസിലൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. രാവിലത്തേക്കായാലും വൈകുന്നേരത്തേക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്, ഒരു നാടൻ പലഹാരമാണ്. മധുരമുള്ള കൊഴുക്കട്ട തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.